കോൺഗ്രസ് പാർട്ടിക്ക് ധാർമ്മികപരമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാഹുൽ രാജിവെച്ചു എന്നാണ് ഞങ്ങൾ ഈ ടിവിയിൽ നിന്നൊക്കെ കേട്ടത്. ധാർമ്മിക ഉത്തരവാദിത്വം അവൻ ഏറ്റെടുത്തു, അവൻ രാജിവെച്ചു എന്ന് പറയുന്നു. പക്ഷേ അവന്റെ മേൽ അത് അടിച്ചേൽപ്പിക്കപ്പെട്ടതാണോ രാജി എന്ന് അറിയില്ല. കാരണം ഉമ്മൻചാണ്ടിയുടെ വലിയ ഒരു കഥ നമ്മുടെ മുമ്പിൽ കിടപ്പുണ്ട്. ഓക്കെ, ഈ പെണ്ണുങ്ങളെ കരുവാക്കി ഉമ്മൻചാണ്ടിക്കെതിരെയും ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് പറഞ്ഞു. പക്ഷെ സത്യം ലാസ്റ്റ് തെളിയുകയും ചെയ്തു. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ ആ ഒരു കാര്യത്തിൽ അങ്ങനൊരു സംഭവം നടന്നിട്ടേ ഇല്ല. അത് മൊത്തം കഥകളായിരുന്നു, കെട്ടിച്ചമഞ്ഞ കള്ളക്കഥകളായിരുന്നു ഇതെല്ലാം. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ 1-2 കഥകൾ വന്നിട്ടുണ്ടല്ലോ നിലവിൽ. ഇപ്പം പ്രൂവായ കേസുകളുണ്ട്, പക്ഷെ പരാതി കൊടുത്തിട്ടില്ല. അപ്പോൾ ആ പരാതി കൊടുക്കാത്തതിനെ കുറിച്ച് മമ്മിക്ക് എന്താ പറയാനുള്ളത്? അതിനെക്കുറിച്ച് ഉമ്മൻചാണ്ടിക്ക് ഈ കേരളത്തില് ഒരു സംരക്ഷണം കൊടുക്കാന് പാർട്ടിക്കോ സഹയാത്രികർക്കോ നേതാക്കന്മാർക്കോ സാധിച്ചിട്ടില്ല. സ്വന്തമായിട്ട് ഉമ്മൻചാണ്ടി അതിനോട് കരുത്ത് കാട്ടി എതിർത്ത് നിന്ന കാര്യങ്ങളും തിരുവനന്തപുരത്ത് നടന്ന അവരുടെ പ്രതിഷേധങ്ങളും എല്ലാം നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഞാൻ ഈ യൂട്യൂബിനകത്ത് നിന്ന് തന്നെ കാണാൻ ഒരു പാല ന്യൂസ് എന്നും പറഞ്ഞ ഒരു വ്യക്തി, ആരോന്നൊന്നും എനിക്ക് അറിയില്ല, ആ മനുഷ്യൻ ചോദിക്കുന്നു, ആ ഉമ്മൻചാണ്ടി എത്ര മഹത് വ്യക്തിയായിരുന്നുവെന്ന് അറിഞ്ഞത് അയാളുടെ മരണശേഷമാണെന്ന്. കാരണം തിരുവനന്തപുരം തൊട്ട് ഉമ്മൻചാണ്ടിയുടെ സ്ഥലം ഉമ്മൻചാണ്ടിയുടെ സ്ഥലം പുതുപ്പള്ളി. ഈ പുതുപ്പള്ളിയിലേക്കുള്ള ആ വിലാപ യാത്രയില് 4 ദിവസം സമയമെടുത്തു എന്ന് പറയുന്നു. ഈ 4 ദിവസം സമയമെടുക്കാനുള്ള ഒരു ജനങ്ങളുടെ ഒരു പങ്കാളിത്തം അവിടെ ഉണ്ടായത് കൊണ്ടാണ് താമസിച്ചത്. ജനങ്ങള് ആദരാഞ്ജലികൾ അർപ്പിക്കാനും അവസാനമായി ഒരു നോക്ക് കാണുവാനും ഒക്കെ തിങ്ങിക്കൂടി. ഇത് എങ്ങനെയെങ്കിലും പിണറായി സർക്കാരിന് നേരത്തെ ഇതറിയാമായിരുന്നുവെങ്കിൽ അവര് പ്ലെയിനിൽ ഈ ഉമ്മൻചാണ്ടിയുടെ ശരീരം പള്ളിയുടെ മുറ്റത്തിറക്കിയാനെന്ന് ആ പാലാ ന്യൂസുകാരൻ പറയുന്നത് കേട്ടപ്പോൾ ചിന്തിച്ചു പോയി. അത് സത്യമാകാമായിരുന്നു.